അമ്മായി മത്തി മുറിക്കുമ്പോ കാലം പോയി തിരിച്ചു തന്നെ ആണല്ലേ. ഹലോ ഗായ്സ്, നമ്മളിന്നൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവാണ് കേട്ടോ. ഒരുപാട് നാളായിട്ട് നമ്മൾ പോകണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്താണ് നമ്മളിന്ന് പോകുന്നത്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ കോട്ടയത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ആമ്പൽപ്പാടമാണ് മലരിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം, കാരണം നമ്മൾ ഈ ഫോട്ടോഷൂട്ടിനൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്ലേസാണ് മലരിക്കൽ. പക്ഷേ അവിടെ എപ്പോഴും സീസണല്ല, അവിടെ ഒരു പർട്ടിക്കുലർ മന്ത്സ് ഉണ്ട്. ആ മന്തിൽ മാത്രമേ ഉള്ളൂ അവിടെ സീസണായിട്ടുള്ളത്. അപ്പം ആ സമയത്ത് അവിടെ നല്ല തിരക്കായിരിക്കും. ഇവിടെ ഇപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. നമുക്ക് വരുമ്പോൾ തന്നെ റോഡ് സൈഡൊക്കെ വണ്ടികൾ കാണാൻ പറ്റും, അത്രയ്ക്ക് തിരക്കാണ്. പിന്നെ ഇവിടെ വരണമെങ്കിൽ നമുക്ക് 10 മണിക്ക് മുന്നേ തന്നെ ഇവിടെ എത്തണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ആമ്പൽപ്പൂ ഫുള്ള് വിടർന്ന് നിൽക്കുന്ന കാണാൻ പറ്റത്തുള്ളൂ. ലേറ്റായി കഴിഞ്ഞാൽ അപ്പോഴത്തേനും അതൊക്കെ അങ്ങ് വാടിപ്പോവും. പിന്നെ വീണ്ടും നൈറ്റ് അത് വീണ്ടും വിരിയത്തുള്ളൂ. സോ നമ്മൾ 10 മണിക്ക് മുന്നേ ഇവിടെ വരണം. ഇവിടെ ഒരുപാട് വള്ളങ്ങളുടെയും ബോട്ട്സിൻ്റെയൊക്കെ സർവീസസ് അവൈലബിൾ ആണ്. പക്ഷേ ഇവർ കോമൺ ആയിട്ട് ഇവിടെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ 1 മണിക്കൂറിന് 1000 രൂപയാണ് ഇവർ ചോദിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ചും കൂടി ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, അതായത് തിരക്കൊഴിഞ്ഞ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റേറ്റ് കുറഞ്ഞ് നമുക്ക് വള്ളത്തിൻ്റെ സർവീസൊക്കെ നമുക്ക് കിട്ടും. സോ അതുകൊണ്ട് നിങ്ങൾ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ റഷ് ഏരിയയിൽ നിന്ന് കുറച്ച് മാറി തിരക്കൊഴിഞ്ഞൊരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഈ സർവീസ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമുക്കും ഒരു അപ്പൂപ്പനെ കിട്ടി. പുള്ളി ഭയങ്കര റേറ്റ് കുറഞ്ഞായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പുള്ളിയെ കണ്ടപ്പോൾ തന്നെ പാവം തോന്നി. പിന്നെ ഞങ്ങൾ പുള്ളീൻ്റെ സർവീസായിരുന്നു നമ്മൾ യൂസ് ചെയ്തത്. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. എല്ലാം കൊള്ളോ? എന്നെ കണ്ട പേടിച്ചിരിക്കാന്നൊന്നും പറയത്തില്ലല്ലോ അല്ലേ. പിന്നെ നമ്മളിവിടെ വരുമ്പോൾ തന്നെ റോഡ് സൈഡ് ഒരുപാട് ആൾക്കാർ ഈ ആമ്പൽപ്പൂവ് പല പല ബണ്ടിലായിട്ട് ഇങ്ങനെ കെട്ടിക്കൊണ്ടുവന്ന് സെയിൽ നടത്തുന്നുണ്ട്. അതിന് ഒരു ബണ്ടിന് 30 രൂപയാണ് അവർ പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. ഇതും അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ നമുക്കിങ്ങനെ വള്ളത്തിൻ്റെ സർവീസ് കിട്ടും. അപ്പോൾ അവർ തന്നെ നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് തന്നെ ആമ്പൽപ്പൂ പറിച്ച് അവർ കെട്ടിത്തരും. അതും പൈസ ഒന്നും കൊടുക്കണ്ട. ഞങ്ങൾക്ക് അങ്ങനെ ഈ അപ്പൂപ്പനും കുറച്ച് പൂവൊക്കെ പറിച്ച് 2 ബണ്ടിൽ കെട്ടിത്തന്നായിരുന്നു. അവിടെ നിന്ന് നമുക്ക് എക്സ്ട്രാ കോസ്റ്റൊന്നും അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ വന്ന ടൈമിൽ ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കുടയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൂപ്പൻ്റെ കയ്യിൽ കുട ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളി കുട തന്നൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തായിരുന്നു. പിന്നെ നമ്മുടെ ക്യാമറ ഒന്നും നനയില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രീതിയിലൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്തത്. റെഡി ചെയ്തടാ. ഈ ആമ്പൽപ്പാടം ഏക്കർ കണക്കിനാണ് കിടക്കുന്നത്. ഇത് ശരിക്കൊരു ആമ്പൽപ്പാടം അല്ല, ഇത് നെൽവയലാണ്. ഇവിടെ ഈ നെൽക്കൊയ്ത്ത് കഴിഞ്ഞ് മഴയൊക്കെ പെയ്ത് വെള്ളം കയറുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഫുള്ള് ആമ്പൽ കിളിർത്ത് വരുന്നതാണ്. അങ്ങനെയാണ് ഇവിടെ ഫുള്ള് പൂവാവുന്നത്. എങ്ങനെ പിടിക്കും? ഹലോ ഒന്ന് എന്നിട്ട് നിക്കാൻ പറ്റുമോ? ഹൈ റിസ്ക് അത് കാണത്തില്ല. ഓക്കെ, റെഡി ചെയ്ത് മോളാ സൈഡിലോട്ട് ലുക്ക് കൊടുത്തേടാ. തിരിച്ചു തന്നെ ആണല്ലേ. നമ്മൾ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് വന്നാൽ എന്താ, നമുക്ക് ഒരുപാട് നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു. നമ്മൾ ഇത്തിരി കഷ്ടപ്പെടണം, കാരണം ഇത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയതുകൊണ്ട് ഒരിക്കലും ഇത് മിസ്സാക്കരുതല്ലോ. പ്രത്യേകിച്ച് ഈ ഒരു സീസണിലെ ഈ ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൂടാതെ അപ്പൂപ്പൻ്റെ നല്ല പാട്ടും ഉണ്ടായിരുന്നു. മത്തി മുറിക്കുമ്പോ കാലം പോയി ഉച്ചക്ക് ചോറ് തരാ ഞാൻ, പിന്നെ തിരിച്ചാറും തരാവേ
കത്തിയെന്ന് പിടിവിടലാ കടമ്പൂച്ച അങ്ങേര് ഇപ്പൊ വരും കല്ലടിച്ചു വരുമ്പോലല്ല തല്ലുകൊള്ളിക്കരുത് തല്ലുകൊള്ളിക്കരുത് ചോറ് കൊടുത്തില്ല തല്ലു ലെവലില്ലാണ്ടല്ലേ വരുന്നത്. അതാണ് മലരിക്കര അമ്മായി. ഒരു കൊക്കുണ്ട്. ഇവിടെ ഓരോരുത്തരും ഓരോ മണിക്കൂറിനും കണക്ക് പറഞ്ഞ് ക്യാഷ് വാങ്ങിക്കുന്ന സമയത്ത് യാതൊരുവിധ പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ലാതെ എത്ര നേരം വേണേലും നിങ്ങൾക്ക് ഞാൻ തുഴഞ്ഞു തരാം, നിങ്ങളുടെ ഇഷ്ടത്തിന് ഫോട്ടോസും വീഡിയോസും എടുത്തോ മക്കളെ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുമായിരുന്നു ഈ അപ്പൂപ്പൻ. ശരിക്ക് ഒരു പാവ മനുഷ്യനായിരുന്നു. നമ്മളോട് ചോദിച്ച ക്യാഷിനെക്കാട്ടിലും കൂടുതൽ ക്യാഷ് നമ്മൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളി അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാണ്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പുള്ളി ഒരുപാട് സഹകരിച്ചു. അതുപോലെ നമുക്ക് ഇവിടുന്ന് ആമ്പൽ വിത്തൊക്കെ പറിച്ചൊക്കെ തന്നായിരുന്നു. നല്ല മനുഷ്യന്മാരെയൊക്കെ നമ്മൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കണ്ടുമുട്ടും എന്ന് പറയുന്നത് എത്രയ്ക്ക് ശരിയാണല്ലേ. അതേപോലെ ഒരു മനുഷ്യനായിരുന്നു അത് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഫോട്ടോഷൂട്ട് വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു തിരിച്ച് പോകുമ്പോൾ. ഇവിടത്തേക്ക് വന്ന വണ്ടികളുടെയൊക്കെ ബഹളമാണ് ഈ കാണുന്നത്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.